Okay students, welcome back. Today we have a new topic, two-dimensional viewing. Let us think for a moment. Which is the perfect camera you ever found in this world? There must be much improved devices, many devices for astronautical works, whatever. But I think the perfect camera that I ever met in my life is my eyes. What do you think? This is one which is working 24/7 whole time without much maintenance, without any cost. So I think that is the perfect camera I ever found in this world. Okay, leave it. We are very particular about the resolution and other focal length, this sort of facilities available for the camera which is in our mobile phones, in our digital other devices, but we never thought about the resolution of my eyes. What is that? How much is the resolution of my eyes? What is the focal length? How the exposure is changing? Leave it. Okay, even though there are much more interesting things we can discuss, but our topic or our discussion will stick on two-dimensional viewing only. Two-dimensional viewing എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. XY കോർഡിനേറ്റ്സ് ഉണ്ടാവും, ഒരു ഒറിജിൻ ഉണ്ടാവും. നോർമലി നമ്മൾ എക്സ് കോർഡിനേറ്റ്സിന് നമ്മളുടെ ഒരു ഡിസ്റ്റൻസ് മെഷറായിട്ടും Y കോർഡിനേറ്റിന് ഹൈറ്റ് മെഷറായിട്ടും ഒക്കെയാണ് എടുക്കുന്നത്. എന്തായാലും അത് ഒറിജിനിൽ നിന്നുള്ളൊരു റിലേറ്റീവ് മെഷർ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ടു ഡയമെൻഷനലാണ് നമ്മളുടെ ഒട്ടുമിക്ക നോർമലി നമ്മൾ യൂസ് ചെയ്ത് വരുന്ന എല്ലാ ഡിവൈസസും തന്നെ ടു ഡയമെൻഷനൽ വ്യൂയിങ്ങിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ത്രീ ഡയമെൻഷനൽ വ്യൂസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഡിവൈസസ് ഉണ്ടെങ്കിൽ പോലും അത് അത്രയ്ക്ക് അങ്ങോട്ട് ഈ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളുടെ കണ്ണിന് തോന്നാറില്ല. കണ്ണ് കാണുന്ന അത്രയും പെർഫെക്റ്റ് ആയിട്ട് എന്തായാലും 3D ഡിവൈസസ് ഒന്നും ഡിസ്പ്ലേ ചെയ്യാറില്ല. ഇനി അത് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 3D മാത്രമല്ല, വേൾഡ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു നാലാമത്തെ ഒരു കോർഡിനേറ്റ് 3D നമുക്കറിയാം XYZ കോർഡിനേറ്റ്സ് ആണ്. അതിലൊരു ഡെപ്ത് മെഷറും കൂടി ഉണ്ടാവും. ദെൻ നാലാമതൊരു കോർഡിനേറ്റ് എന്ന് പറയുന്നത് ടൈമാണ്. ഇനി ടൈം അല്ല, മറ്റ് പല വാല്യൂസ് അവിടെ ആഡ് ചെയ്യാൻ പറ്റുമെന്നും ഇനി പുതിയ എന്തെങ്കിലും ഡയമെൻഷൻ തന്നെ കണ്ടുപിടിക്കാനൊക്കെയുള്ള റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ എല്ലാ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നതും കണ്ടുപിടിച്ചതുമായിട്ടുള്ള എല്ലാ കോർഡിനേറ്റ്സും നമുക്ക് തരുന്ന ഒരു വ്യൂ ആണ് നമ്മളുടെ കണ്ണ് തരുന്നത്. നമ്മൾ മറന്നുപോയത്. അതിൽ നിന്ന് നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല, പറയാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരാം. വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ. ഈ ഒരു ടോപ്പിക്ക് പറയുന്നത് നമുക്കറിയാം, നമ്മൾ കാണുന്നത് വേൾഡ് കോർഡിനേറ്റിലുള്ള കാര്യങ്ങൾ, ഒബ്ജക്ട്സ്, അത് വ്യൂ പോർട്ടിലേക്ക്, വിൻഡോ എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വേൾഡ് കോർഡിനേറ്റ് സീനാണ്. നമ്മൾ നോർമലി കമ്പ്യൂട്ടറിൻ്റെ വിൻഡോ എന്ന് പറയും, അതുപോലെ നമ്മളുടെ ഓരോ ആപ്ലിക്കേഷൻ്റെയും വിൻഡോ എന്ന് പറയും. ആ ഒരു മീനിങ്ങിലല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. വിൻഡോ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വേൾഡ് കോർഡിനേറ്റ് area selected for display. Then viewport, an area on a display device to which a window is mapped. ഒരു വേൾഡ് കോർഡിനേറ്റ് സീൻ നമ്മളൊരു ക്യാമറ വെച്ച് എടുക്കുമ്പോൾ ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ ആണ്. ഒരു മൾട്ടി ഡയമെൻഷനൽ സീനിനെ അല്ലെങ്കിൽ വേൾഡിലുള്ള ഒരു ഏരിയനെ, മൾട്ടി ഡയമെൻഷനൽ മെഷേഴ്സൊക്കെയുള്ള ഒരു നല്ല സീനിനെ നമ്മളൊരു ക്യാമറ വെച്ച് ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് അവിടെ അതിനൊരു 2D വ്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷനാണ് അവിടെ ആക്ച്വലി നടക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് രണ്ട് ടേംസ് പഠിക്കാനുള്ളത്, ക്ലിപ്പിംഗ് അൽഗോരിതം ആൻഡ് ക്ലിപ്പ് വിൻഡോ. എനി പ്രൊസീജിയർ ദാറ്റ് ഡിഫൈൻസ് those portions of a picture that are either inside or outside of a specified region of space is referred to as clipping algorithm or simply clipping.
ക്ലിപ്പിംഗ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ എ സ്പെസിഫൈഡ് റീജിയൻ ഓഫ് സ്പേസിലുള്ള ഒരു സ്പെസിഫൈഡ് റീജിയനെ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് ചില ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ചില ഏരിയാസ് നമ്മളുടെ പിക്ചറിന്റെ ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു അൽഗോരിതത്തിനെയാണ് ക്ലിപ്പിംഗ് അൽഗോരിതം എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ക്ലിപ്പിംഗ് അൽഗോരിതമാണ് നമ്മളൊരു പിക്ചർ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് ആ പിക്ചറിന്റെ ഉള്ളിൽ എന്തെല്ലാം വരണം, അതുപോലെ എന്തെല്ലാം ഒഴിവാക്കി കളയണം, ഇത് തീരുമാനിക്കുന്ന ഒരു അൽഗോരിതമാണ് ക്ലിപ്പിംഗ് അൽഗോരിതം. നമ്മളൊരു ഫോട്ടോ എടുക്കുന്ന ആ സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യും, ബാക്കിയുള്ളതിനെല്ലാം ഇഗ്നോർ ചെയ്യാനായിട്ട്. ഇപ്പോഴത്തെ ഇംപ്രൂവ്ഡ് ക്യാമറാസിലൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കാനായിട്ടും അപ്പോൾ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, എന്തിനെ ഫോക്കസ് ചെയ്യണം, നമ്മൾ കാണുന്ന ഇപ്പോൾ ഒരു ക്യാമറ ചുമ്മാ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ക്യാപ്ചർ ചെയ്യല്ല, അതിൽ എന്തെല്ലാം കാണണം എന്തെല്ലാം കാണണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു പ്രൊസീജിയറിനെയാണ് ക്ലിപ്പിംഗ് അൽഗോരിതം എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലിപ്പിംഗ് എന്ന് സിമ്പിളായിട്ട് ഇനി പറയാൻ പോകുന്നത്. ഇനി നെക്സ്റ്റ് ടേമാണ് ക്ലിപ്പ് വിൻഡോ, ദ റീജിയൻ അഗെയിൻസ്റ്റ് വിച്ച് ആൻ ഒബ്ജക്റ്റ് ഈസ് ടു ബി ക്ലിപ്പ്ഡ്. അപ്പോൾ ഈ ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ എന്ന് തീരുമാനിക്കാനായിട്ട് നമുക്കൊരു ഏരിയ വേണം, ആ ഒരു ഏരിയന്റെ ഇൻസൈഡ് അതിന്റെ ഔട്ട്സൈഡ്. അപ്പോൾ ആ ഒരു വിൻഡോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ബൗണ്ടറി ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിൽ ഇമേജ് എന്ന് പറയുന്നത് കുറച്ച് ഈ വിൻഡോനെക്കാട്ടിലും കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണ്. അപ്പോൾ നോക്കുക, നമ്മളുടെ വിൻഡോ എന്ന് പറയുന്നത് ഇത്രയാണ്, ഇതാണ് നമ്മുടെ ക്ലിപ്പ് വിൻഡോ. ഇത് വെച്ച് നമ്മളൊരു ഫോട്ടോ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാലോ ഈ ഒരു ഷേപ്പ് മാത്രമായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ ഈ ഒരു ക്ലിപ്പിംഗ്, ഈ ഒരു പോർഷനും ഈ ബോട്ടം പോർഷൻസും കുറെ ക്ലിപ്പ്ഡ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ രണ്ട് ടേംസ് ഇപ്പം നമ്മൾ പറഞ്ഞതാണ്. വിൻഡോ, എ വേൾഡ് കോർഡിനേറ്റ് ഏരിയ സെലക്റ്റഡ് ഫോർ ഡിസ്പ്ലേ. And another term is viewport, an area on a display device to which a window is mapped. A window defines what to be displayed and the viewport defines where to be displayed. വിൻഡോ ആണ് നമ്മളുടെ സെലക്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്, എന്ത് എടുക്കണം, എന്ത് കോപ്പി ചെയ്യണം, അത് എവിടെ കാണിക്കണം എന്നുള്ളതാണ് വ്യൂ പോർട്ട് ഡിഫൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു ടേമാണ് വ്യൂയിങ് ട്രാൻസ്ഫോർമേഷൻസ്. The mapping of a part of world coordinate scene to device coordinate is referred to as viewing transformations or windowing transformations. ഒരു വേൾഡ് കോർഡിനേറ്റ് സീനിന് ഡിവൈസ് കോർഡിനേറ്റിലേക്ക് മാപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വിൻഡോയിങ് ട്രാൻസ്ഫോർമേഷൻ ഓർ വ്യൂയിങ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് വി ആർ ക്യാപ്ചറിങ് എ ഫോട്ടോ ഓഫ് എ ലാർജ് ബിൽഡിംഗ്. അവിടെ എന്ത് സംഭവിക്കുന്നു? ഫോർ എക്സാമ്പിൾ ഒരു 50 മീറ്റർ ഹൈറ്റുള്ള ഒരു ബിൽഡിങ്ങിന്റെ ഫോട്ടോ നമ്മൾ എടുക്കുക. ഫോട്ടോ എത്ര സൈസ് വേണമെന്ന് നമ്മൾ തീരുമാനിക്കും, പക്ഷെ ബിൽഡിംഗ് ആക്ച്വലി 50 മീറ്റേഴ്സ് ഹൈറ്റ് ഉള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ഈ 50 മീറ്റർ ഹൈറ്റിന്റെ ആ ഒരു റിലേറ്റീവ് മെഷേഴ്സ് ഒന്നും തന്നെ, അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് ഒന്നും തന്നെ മാറാതെ ആ സെയിം ഒരു വ്യൂ കിട്ടുന്ന ഒരു ഫോട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ മെഷേഴ്സിനെ എല്ലാം സ്കെയിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഇപ്പം അവിടെ 50 മീറ്റർ ഉള്ളത് നമ്മളൊരു 5 ഇഞ്ചിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്ന കുറച്ച് കാൽക്കുലേഷൻസ്, അതുപോലെ അതിൻ്റെ ആ ഒരു പ്രപ്പോർഷനാലിറ്റി മാറാതെ അതിനെ നമ്മൾ ഒരു ഫോട്ടോയിലേക്ക്, ഒരു ചെറിയ ഡിവൈസ് കോർഡിനേറ്റിലേക്ക് മാറ്റുന്നതിനെയൊക്കെയാണ് ഈ പറയുന്ന വ്യൂയിങ് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ വിൻഡോയിങ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ആക്ച്വലി ഉള്ള ഒരു വ്യൂവിനെ നമ്മൾ ഒരു ക്ലിപ്പ് വിൻഡോന്റെ ബേസിൽ ക്ലിപ്പ് ചെയ്ത് എടുക്കുന്നു, എന്നിട്ട് അതിനെ എന്തെങ്കിലും സ്കെയിലിംഗ് യൂസ് ചെയ്ത് ചെറുതാക്കുന്നു. സിമ്പിളായിട്ട് വലിയൊരു സീനിനെ നമ്മളൊരു ചെറിയ ഡിവൈസിന്റെ ഡിസ്പ്ലേയിലേക്ക് മാപ്പ് ചെയ്യുന്നു. ഇതിനെയാണ് വിൻഡോയിങ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത് അഗെയിൻസ്റ്റ് ദ ക്ലിപ്പ് വിൻഡോ ആയിരിക്കും, യൂസിങ് ക്ലിപ്പിംഗ് അൽഗോരിതം. ഇനി ഒരു വിൻഡോനെ നമുക്ക് 4 കോർഡിനേറ്റ് വാല്യൂസ് യൂസ് ചെയ്ത് ഡിഫൈൻ ചെയ്യാം. ഇവിടെ XW min, XW max, YW min, YW max. ഒരു വേൾഡ് കോർഡിനേറ്റ് സീൻ നമ്മൾ കാണുന്ന സമയത്ത് നമ്മളാണ് ആ ഒരു വേൾഡ് കോർഡിനേറ്റിന്റെ ഒറിജിൻ. നമ്മളെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്ര ഡിസ്റ്റൻസിലാണ്, ഇത്ര ഹൈറ്റിലാണ് എന്നൊക്കെ പറയുന്നത്. പിന്നെ നമ്മൾ അതിനൊരു 2D ഡിവൈസ് കോർഡിനേറ്റിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് റിലേറ്റീവ് ആയിട്ടുള്ള മെഷർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കോർഡിനേറ്റ് അസ്യൂം ചെയ്യുന്നതാണ് ഈ പറയുന്നത്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് വ്യൂ പോർട്ടിന്റെ 4 കോർഡിനേറ്റ്സും ഡിഫൈൻ ചെയ്യാൻ,
XV min, XV max, YV min, YV max. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാം XW min, XW max, YW min, YW max. അതുപോലെ XV min, XV max, YV min, YV max. ഇതിൽ വേൾഡ് കോർഡിനേറ്റിൽ ഒരു ട്രയാങ്കിളും ഒരു സർക്കിളും കാണിച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഡിവൈസ് കോർഡിനേറ്റിലേക്ക് ട്രാൻസ്ഫോം ചെയ്യണം. ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നമുക്ക് സ്കെയിലിങ്ങിൻ്റെ ആവശ്യം വരും. ഈ ഒരു റിലേറ്റീവ് മെഷേഴ്സ് ഒന്നും ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് റിലേറ്റിവിറ്റി ഒന്നും ചേഞ്ച് ചെയ്യാതെ തന്നെ അതിനെ വ്യൂ പോർട്ടിലേക്ക് ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്ന ഒരു സീനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെയുള്ള ഒരു XW/W എന്ന് പറയുന്ന ഒരു വേൾഡ് കോർഡിനേറ്റ് പോയിന്റിനെ നമ്മൾ XV/YV എന്ന് പറയുന്ന ഒരു വ്യൂ പോർട്ട് കോർഡിനേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളുടെ ആക്ച്വൽ സീനിലുള്ള ഒരു പോയിന്റിനെ അതിൻ്റെ സ്കെയിലിംഗ് വേണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ സ്കെയിലിംഗ് നടത്തിക്കഴിഞ്ഞ് അതിന് ഏത് പോയിന്റിലാണ് ഡിവൈസിൻ്റെ എവിടെയാണ് ഇത് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കണം. അതിനെയാണ് നമ്മൾ ഈ വിൻഡോയിങ് ട്രാൻസ്ഫോർമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഓരോ പോയിന്റിനെയും ഇവിടെ കാണുന്ന ഈ ഒരു വലിയ സീനിൽ കാണുന്ന ഓരോ പോയിന്റിനെയും ഈ ഒരു ചെറിയ ഏരിയയിലേക്ക് എവിടേക്ക് മാപ്പ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് വിൻഡോയിങ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനി എങ്ങനെ തീരുമാനിക്കാം? അതിന് നമുക്ക് കുറച്ച് മെഷേഴ്സൊക്കെ അവൈലബിൾ ആണ്. ഈ അറിയാവുന്ന വാല്യൂസൊക്കെ വെച്ച് നമുക്കതിനെ മാപ്പ് ചെയ്യാം. In window to viewport transformation, the size of the object image may change with respect to the viewport size, but the relative position will never change. നമ്മുടെ റിലേറ്റീവ് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു ഒരു 50 മീറ്റർ ഹൈറ്റ് ഉള്ള ബിൽഡിങ് 10 മീറ്റർ വിഡ്ത്ത് ഉള്ള ബിൽഡിങ്ങിനെ നമ്മൾ മാറ്റുമ്പോൾ ആ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് തമ്മിലുള്ള ഒരു റേഷ്യോ ഉണ്ട്. നമുക്ക് 5:1 എന്നെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിനെ നമ്മളൊരു വ്യൂ പോർട്ടിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ എത്ര ചെറുതായാലും എത്ര വലുതായാലും ഒരു വ്യൂ പോർട്ടിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്തും അതിൻ്റെ ഈ 5:1 എന്നുള്ള റേഷ്യോ മാറാൻ പാടില്ല. മാറിക്കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ബിൽഡിംഗ് നമുക്ക് പിന്നെ ബിൽഡിംഗ് ആയിട്ടൊന്നും തോന്നാത്തൊരവസ്ഥയൊക്കെ വരും. അപ്പോൾ ആ ഒരു റിലേറ്റിവിറ്റി ഓഫ് മെഷർമെന്റ്സ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കതിനെ വേൾഡ് കോർഡിനേറ്റ് ഒരു പോയിന്റിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനെ കറക്റ്റായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റിനെ നമുക്ക് വ്യൂ പോർട്ടിലേക്ക് ഫൈൻഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മൾ ഈ ഒരു റേഷ്യോ ആണ് യൂസ് ചെയ്യുന്നത്. നോക്കുക, XW എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു പോയിന്റ് ആണ്. XW മൈനസ് XW min എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ XW max minus XW min equal to XV minus XV min divided by XV max minus XV min. ഈ സെയിം റിലേറ്റിവിറ്റി തന്നെ നമുക്ക് Y ആക്സിസിലും വേൾഡ് കോർഡിനേറ്റിന്റെയും വ്യൂ പോർട്ടിന്റെയും Y ആക്സിസിലും ഈ റിലേറ്റിവിറ്റി പ്രിസർവ് ചെയ്തേ പറ്റൂ. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് അതിൻ്റെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴി XV മൈനസ് ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് XV മൈനസ് XV min ഈക്വൽ ടു XV മാക്സ് മൈനസ് XV min ഇൻറ്റു XW മൈനസ് XW min ഡിവൈഡഡ് ബൈ XW മാക്സ് മൈനസ് XW min. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. നോക്കുക, ഇത്രയും വാല്യൂസും ഈ ഒരു വാല്യൂസും ഇങ്ങോട്ട് നമ്മൾ റീഅറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ഇതിലെല്ലാം കോൺസ്റ്റൻസ് ആണ്. നമ്മളുടെ ആ ഒരു പിക്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ഈ XW മാക്സ് മൈനസ് XW min എന്ന് പറയുന്നത് നമ്മളുടെ വ്യൂ പോർട്ടിൻ്റെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. അതുപോലെ തന്നെ XW മാക്സ് മൈനസ് XW min എന്ന് പറയുന്നതും കോൺസ്റ്റൻസ് ആണ്. ഇതിലാകെ ചേഞ്ചബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ എന്ന് പറയുന്നത് XW ആണ്. അത് നമ്മൾ ഈ ഒരു ട്രയാങ്കിളിന്റെ ഏത് പോയിന്റിനെ അറ്റ് എ ടൈമിൽ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. ഈ ഒരു പോയിന്റ് ആണെങ്കിൽ ഈ ഒരു പോയിന്റ്, ഇനി വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് ഈ ട്രയാങ്കിളിലോ ഈ സർക്കിളിലോ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു പോയിന്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏതിനെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അറ്റ് എ ടൈമിൽ ആ ഒരു പോയിന്റാണ് ഈ
XW കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് മാത്രമേ ഇതിൽ ചേഞ്ച് ആവണുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും വാല്യൂസിന്റെ ഈ ഒരു റേഷ്യോനെ നമുക്ക് സ്കെയിലിംഗ് ഫാക്ടർ ആയിട്ട് എടുക്കാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ XW മാക്സ് മൈനസ് XW മിൻ എന്ന് പറയുന്നത് നമുക്കൊരു 50 മീറ്റേഴ്സ് ആണ് കിട്ടുന്നതെങ്കിൽ അതിന് ഒരു 50 സെന്റിമീറ്ററിലേക്കോ അല്ലെങ്കിൽ 10 സെന്റിമീറ്ററിലേക്കോ ഏത് വാല്യൂവിലേക്കും മെഷർ ചെയ്യുന്ന അത് എത്രയാണ് എന്നുള്ള ഒരു ഡിഫറൻസ് അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ടാണെങ്കിൽ ഇവിടെ 50 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ 50 മീറ്റർ കിട്ടും. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 മീറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എത്ര ഇത് വെച്ചിട്ടാണെന്നുള്ള ആ ഒരു റേഷ്യോ ആണ് കിട്ടുക. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്കെയിലിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അതിനെ SX വെച്ച് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സിമ്പിളാക്കി ഇക്വേഷൻ ഒന്നും കൂടെ സിമ്പിളാക്കി നമുക്ക് XB മൈനസ് XB മിൻ ഈക്വൽ ടു XW മൈനസ് XW മിൻ ഇൻറ്റു സ്കെയിലിംഗ് ഫാക്ടർ എന്ന് കിട്ടുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് XV വ്യൂ പോർട്ടിൽ നമ്മളുടെ എക്സ് പോയിന്റ് എവിടെയാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത് എന്നുള്ള വാല്യൂ നമ്മൾ ഇതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഇക്വേഷനും ഇവിടെ കാണിച്ചിട്ടുണ്ട്. SX സ്കെയിലിംഗ് ഫാക്ടർ വിത്ത് റെസ്പെക്ട് ടു X ആക്സിസ്. അതുപോലെ തന്നെ HY എന്ന് പറയുന്നത് സ്കെയിലിംഗ് ഫാക്ടർ വിത്ത് റെസ്പെക്ട് ടു Y ആക്സിസ് ആണ്. സെയിം ഇക്വേഷൻ നമുക്കിവിടെ കാണാം. അങ്ങനെ XVയും YVയും എങ്ങനെ മാപ്പ് ചെയ്യാം, വേൾഡ് കോർഡിനേറ്റിലുള്ള ഒരു XW YW പോയിന്റിന് വ്യൂ കോർഡിനേറ്റില് ഒരു XV YV പോയിന്റിലേക്ക് എങ്ങനെ മാപ്പ് ചെയ്യാം, അതിനുള്ള ഒരു ഇക്വേഷൻ ആണ് വിതൗട്ട് ചേഞ്ചിങ് ദ റിലേറ്റിവിറ്റി ആണ് നമ്മളിവിടെ കണ്ടത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ക്ലിപ്പിംഗ് ആണ് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ നമ്മളുടെ ഡിസ്കഷൻ എപ്പോഴും ഒരു പോയിന്റിനെയോ ഒരു ലൈനിനെയോ ഒക്കെയാണ് മാക്സിമം ഫോക്കസ് ചെയ്യുന്നുള്ളൂ. സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന അൽഗോരിതംസിനെ അല്ലെങ്കിൽ ഈ പറയുന്ന മെത്തേഡ്സിനെ ഒക്കെ തന്നെ ഒന്ന് ഇംപ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഏതൊരു ഷേപ്പിനെയും നമ്മൾ കണ്ടതാണ്. ലൈൻ ക്ലിപ്പിംഗ് അൽഗോരിതം ഒന്ന് എൻഹാൻസ് ചെയ്യുമ്പോൾ നമുക്ക് സർക്കിളും എലിപ്സും എല്ലാത്തിന്റെയും ബേസിക്സ് എന്ന് പറയുന്നത് ലൈനിന്റെ ക്ലിപ്പിംഗിന്റെ ലൈൻ ഡ്രോയിങ് മെത്തേഡ്സ് തന്നെയായിരുന്നു. പ്രസന്റ് ഹംസിന്റെ ആ ഒരു അൽഗോരിതം ഇംപ്രൂവ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ളത് 2 കണ്ടുപിടിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനെല്ലാം എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ഷേപ്പിനെയും ക്ലിപ്പ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് പഠിക്കാനുള്ളത് പോയിന്റ് ക്ലിപ്പിംഗ് ആണ്. ദെൻ ലൈൻ ക്ലിപ്പിംഗ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.